നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരു പ്രതികരണമാണ്, ഒരു കച്ചവടമല്ല. അത് നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം നാം പറയണം, ഞങ്ങൾ നിഷ്പ്രയോജനരായ ദാസിമാരാണ്, ഞങ്ങളുടെ കടമ മാത്രമാണ് ചെയ്തത് എന്ന്. സഹോദരങ്ങളെ, നമ്മുടെ പ്രവൃത്തികൾ ദൈവത്തിൽ നിന്ന് നന്ദി അർഹിക്കുന്നില്ല എന്ന് നാം തിരിച്ചറിയണം. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ദൈവത്തിന് വേണ്ടി നാം ഒരുക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി നാം ഇന്നും ജീവിക്കുന്നു. നാം ജീവിക്കണം. ദൈവത്തിന് വേണ്ടിയിട്ട് നാം നമ്മുടെ കടമകൾ, നമ്മെ ഏൽപ്പിച്ച കടമകൾ നിർവഹിക്കുമ്പോൾ അതിന് നന്ദിയുടെ ആവശ്യമില്ല. അത് നാം ചെയ്യേണ്ട കടമ മാത്രമാണ്. നാം കുശവൻ്റെ കയ്യിലെ കളിമൺ പാത്രങ്ങളാണ് എന്നുള്ളത് മറക്കാതിരിക്കാം. അവിടുന്ന് രൂപപ്പെടുത്തിയ പാത്രം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അവിടത്തേക്ക് നന്നായി അറിയാം. ഈ തിരിച്ചറിവ് നമ്മെ വിനയത്തിലേക്ക് നയിക്കണം. ഈ കടമയോടൊപ്പം ആഴമായ കൃതജ്ഞതയും വേണം തമ്പുരാനോട്. നാം ഇന്നായിരിക്കുന്നതും നമുക്ക് ശുശ്രൂഷിക്കാൻ കഴിയുന്നതും അവിടുത്തെ കരുണയും സ്നേഹവും കൊണ്ട് മാത്രമാണ് എന്നുള്ളത് തിരിച്ചറിയാം. നമ്മുടെ കഴിവ് എന്ന് വരുമ്പോൾ അവിടെ അഹങ്കാര ചിന്ത വരുന്നു. നാം സ്വയം ദൈവമായി മാറുന്നു. നാവിൻ തുമ്പിൽ മാത്രം ദൈവത്തെ ആരാധിക്കുന്ന അവസ്ഥ, ഹൃദയത്തിൽ ശൂന്യത. ഇത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. നമ്മുടെ കടമ ചെയ്യുക, അതോടൊപ്പം അവിടുത്തെ കൃപയ്ക്ക്, കരുണയ്ക്ക്, സ്നേഹത്തിന് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അഹങ്കാരം ഉപേക്ഷിച്ച് ഈ നിമിഷം തന്നെ വിനയം സ്വീകരിക്കാം. ഓരോ ശ്വാസവും അവസരവും അവിടുത്തെ ദാനമാണെന്ന് തിരിച്ചറിയണം. ക്രിസ്തു കുരിശിൽ കാണിച്ച സ്നേഹം പോലെ നമുക്കും സ്നേഹത്തിൽ നടക്കാം. സഹോദരങ്ങളെ, സ്നേഹത്തിൽ ജീവിക്കാം. പരസ്പരം സ്നേഹം പകർന്നു നൽകാം. അവിടുന്ന് നമുക്ക് പാപമോചനം നൽകി അവിടത്തേക്ക് തിരികെ നടക്കാൻ, അവിടുത്തെ സന്നിധിയിലേക്ക് ധൂർത്തപുത്രരെ പോലെ തിരികെ ചെല്ലാൻ ഒരവസരം കൂടി ഇന്ന് ഈ നിമിഷം നമുക്ക് നൽകിയിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിന് യോഗ്യരായ മക്കളാകാൻ നമ്മെ തന്നെ ശൂന്യവൽക്കരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.